എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഗിനി പിഗിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഗിനിപ്പന്നി എന്ന് പറയും, എലിപ്പന്നി എന്നൊക്കെ പറയും. പക്ഷേ എലി എന്നൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ രൂപമൊക്കെ കാണുമ്പോൾ എലിയുടെ പോലെയാണ് അതിൻ്റെ ചെവി ഇരിക്കുന്നത്, മുയലിൻ്റെ പോലെയല്ല. മുയലിനെ പോലെയും തോന്നും, പക്ഷെ മുയലിൻ്റെ ചെവിയൊക്കെ വേറെ പോലെയല്ലേ. എലിയുടെ പോലെ നീണ്ട വാലുമില്ല, അതിൻ്റെ പിൻഭാഗം കണ്ണിലെ. ഇത് പെട്ടെന്ന് പെരുകും. അമേരിക്കയിലെ ആൻഡസിലാണ് ഇതിൻ്റെ ജന്മദേശം. പിന്നെ ഇപ്പോൾ 19-ാം നൂറ്റാണ്ടായതോടുകൂടിയാണ് ഇതിനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അമേരിക്കക്കാർ ഇതിനെ മരുന്നായും ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടങ്ങളിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ പുല്ല്, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ചീര, അങ്ങനെ പുല്ലാണ് അധികം. നമ്മൾ പുല്ല് കൊണ്ടുവന്ന് കൊടുത്താൽ എന്തോരം വേണമെങ്കിലും അത് കഴിച്ചോളും. അത്രയ്ക്ക് അതിന് ഇഷ്ടമാണ്. അതിൻ്റെ ശബ്ദമൊക്കെ ഒരു പ്രത്യേക ശബ്ദമാണ്. അത് പുല്ല് കൊടുക്കാനൊക്കെ ഇത്ര വൈകിട്ടുണ്ടെങ്കിൽ കിടന്ന് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുന്നതായും. പിന്നെ ഇതിനെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം, ഒന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിനെ പിടിക്കാനൊക്കെ അറപ്പാണ് കേട്ടോ. എനിക്ക് ഇതിനെ ഇഷ്ടമുണ്ടെങ്കിലും അതിനെ പിടിക്കാൻ എനിക്ക് പൂച്ചയെ പോലെയൊക്കെ ഓർക്കണമുണ്ട്. പൂച്ച എനിക്ക് പേടിയാണ്. അതുകൊണ്ട് പൂച്ചയെ പിടിക്കണതൊക്കെ ഓർമ്മ വരുന്നതുകൊണ്ട് ഞാൻ പിടിക്കാറില്ല. അങ്ങനെ ഒരു നല്ലൊരു ജീവിയായിരുന്നു, ഞാൻ വളർത്തിയിരുന്നു. പുല്ല് പല സ്ഥലത്തു നിന്നൊക്കെ സംഘടിപ്പിച്ചാണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ ആ പുല്ല് ഒക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ ഓർത്തിട്ടാണോ എന്താണോ ഒരു ദിവസം ഞാൻ എവിടെയോ പോയിട്ട് വരുമ്പോൾ ഇതിനെ എല്ലാത്തിനെയും ആർക്കോ കൊടുത്തു കളഞ്ഞു. അങ്ങനെ ഒരു ദുഃഖമുണ്ടായി. ഇനി പറഞ്ഞിട്ട് കാണില്ലല്ലോ. ഇനിയിപ്പോൾ അതിനെ കാണാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പം എവിടെ കിട്ടുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇനി അതിനെവിടെ കിട്ടുന്നൊന്നും. കണ്ടോ അതിൻ്റെ ബാക്കൊക്കെ കണ്ടോ, മുയലിൻ്റെ ബാക്ക് പോലെയല്ല. അതുപോലെ ചെവി മുയലിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. ശബ്ദം വല്ലാത്തൊരു സൗണ്ടാണ് പറഞ്ഞ് അങ്ങോട്ട് സൗണ്ട്. നമ്മളെയൊക്കെ കാണുമ്പോഴേ വലിയ സ്നേഹമൊക്കെയാണ്, അതിനെ ഇണക്കി വളർത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വല്ലവരൊക്കെ പുറത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ വലിയ കാര്യമായിരുന്നു അതിനെ കുപ്പ് കൈയോടെ ലക്ഷ്മി ശിവ.